കേസിൽ വിശേഷങ്ങളിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ ആലപ്പി റിപ്പിൾസിന് സെമി ഫൈനൽ യോഗ്യത നേടിക്കൊടുക്കുകയാണ് ആദ്യ ലക്ഷ്യമെന്ന് പറയാണ് നായകൻ സച്ചിൻ ബേബി. ആലപ്പി ടീമിലെ ബാറ്റിംഗിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മികച്ച താരങ്ങൾ ടീമിൽ എത്തിയിട്ടുണ്ട്. ആലപ്പുഴ തന്റെ സ്വന്തം നാടാണ്, IPL-ലേക്കുള്ള വാതിലാണ് KCL എന്നും ആലപ്പി നായകൻ സച്ചിൻ ബേബി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സച്ചിൻ ബേബി ഇപ്പോൾ പരിശീലന തിരക്കുകളുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട്. ഏതായാലും പുതിയൊരു ദൗത്യമാണ്. ആലപ്പുഴ റിപ്പിൾസ് കഴിഞ്ഞ 2 തവണ ഫിനിഷിങ്ങിലെത്തിയ ടീമാണ്. ഈ ടീമിൻ്റെ വിജയപ്രതീക്ഷകൾ എന്താണ് നായകൻ എന്ന നിലയിൽ? ചേട്ടൻ പറഞ്ഞ പോലെ കഴിഞ്ഞ 2 സീസണിലും ആലപ്പി റിപ്പിൾസ് ക്വാളിഫൈ ചെയ്തിട്ടില്ല. അപ്പം ആസ് എ ലീഡർ എൻ്റെ ഒരു ഫസ്റ്റ് ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ടീമിനെ ക്വാളിഫൈ ചെയ്യുക തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മളൊരു ലാർജർ പിക്ചറിൽ ഇപ്പോഴും നോക്കാതെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ മാച്ചസ് പോയിട്ട് കളി ജയിച്ച് നമ്മൾ ഫസ്റ്റ് ക്വാളിഫൈ ചെയ്തിട്ട് നമ്മൾ ആ ടോപ്പിലെത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പലപ്പോഴും ഈ ബാറ്റിങ്ങിനുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ടീമിനെ ഒരു വിജയത്തിലേക്ക് കിരീടമുയർത്തുന്നതിലേക്ക് എത്തിക്കാത്തതെന്നൊരു ഒരു പൊതുവായിട്ടുള്ളൊരു വിലയിരുത്തലുണ്ട്. എങ്ങനെ കാണുന്നു പുതിയ നായകൻ എന്ന നിലയിൽ? ആലപ്പി ടീമിൻ്റെ കഴിഞ്ഞ വർഷമാണെങ്കിലും ഫസ്റ്റ് സീസൺ ആണെങ്കിലും അസർ ഉൾപ്പെടെയുള്ള ബാറ്റേഴ്സൊക്കെ നല്ല ഫോമിൽ, അങ്ങനെ അസറിന് നല്ല സ്റ്റാർട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇൻ ബിറ്റ്വീൻ മിഡിൽ ഓർഡറിൽ ഭയങ്കരമായിട്ട് കൊളാപ്സ് ആവുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഫലമായിട്ടാണ് ടീം മാനേജ്മെൻറ്റ് ഈ പ്രാവശ്യം മിഡിൽ ഓർഡർ നോക്കുവാണെങ്കിൽ നല്ല ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അഭിജിത് പ്രവീൺ, സിബിൻ ഗിരീഷ്, പിന്നെ ആഷിഖ് അലി, അപ്പം അങ്ങനത്തെ നല്ല ഹിറ്റേഴ്സും നമ്മുടെ കൂടെയുണ്ട്. അതുകൂടെ നമ്മുടെ അരുൺ എല്ലാം ആകുമ്പോഴത്തേക്കും മിഡിൽ ഓർഡറും കുറച്ച് സ്ട്രോങ് ആയിട്ട്. ഇപ്പോൾ ഈ KCL കളിക്കുന്ന പ്രധാനപ്പെട്ട കളിക്കാരെ എല്ലാം സംബന്ധിച്ചിടത്തോളം IPL കളിക്കുക എന്നൊരാഗ്രഹം പൊതുവെ അവരുടെ മനസ്സിലുണ്ടാവാറുണ്ട്. കാരണം ഇതല്ല, ഇതൊരു ലോങ് ജേർണിയാണ്. അപ്പം നമ്മുടെ KCL ഇപ്പം ഒരു ഉണ്ടായൊരു ബേബിയാണ്. അപ്പം നമ്മൾ TNPL വെച്ച് നോക്കുവാണെങ്കിൽ അവർ കഴിഞ്ഞ 10 വർഷമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന സ്ഥാനമാണ്. അപ്പോൾ KCL ഒരു ന്യൂ തിങ് ആണ് ടു BCCI ആണെങ്കിലും ഈ ഒരു പ്രീമിയർ ലീഗിൻ്റെ ഒരു സ്റ്റേജിൽ. അപ്പം ഇറ്റ് ടേക്സ് ടൈം. കഴിഞ്ഞ കൊല്ലം രഞ്ജി ട്രോഫി ഫൈനലിൽ കളിച്ചപ്പോഴും ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു 5 പ്ലേയേഴ്സ് ഒരു ഒറ്റ ടീമിൽ, ഒരു സൗത്ത് സോൺ ടീമിൽ വരുന്നത്. എന്നാണോ നമ്മുടെ ഒരു കേരള T20 ടീം നമുക്കൊരു ചാമ്പ്യൻഷിപ്പ് അടിക്കുക ഒരു ഡൊമസ്റ്റിക് സീസണിൽ, അപ്പോൾ കൂടുതൽ പ്ലേയേഴ്സ് വരും. കാരണം KCL വലിയൊരു പ്ലാറ്റ്ഫോമാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു ഡോർ ഓപ്പണിംഗ് ആണ് ടു ഒരു ഡിഫറെൻറ്റ് ടീംസിനൊക്കെ ഉള്ളതല്ല. അപ്പം ഇങ്ങനെ കുറേ പെർഫോമൻസ് വരുമ്പോഴത്തേക്കും നമ്മുടെ പ്ലേയേഴ്സിന് ആ ഒരു സ്റ്റേജിൽ കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിലും ഒരു 200 റൺസ് ആണെങ്കിലും നമുക്ക് ചേസ് ചെയ്യുന്നത് വരെ നമ്മൾ കണ്ടു KCL. അപ്പം കളി മാറുകയാണ്. അതോടൊപ്പം നമ്മുടെ ഒരു സമീപനവും നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. KCL-ലേക്ക് കുറെ കൂടി ടീമുകൾ വരുന്നതായും വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ KCL വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ TNPL നോക്കുകയാണെങ്കിൽ 8 ടീംസ് ഉണ്ട്, ഡൽഹിയിൽ നോക്കുകയാണെങ്കിൽ 8 ടീംസ് ഉണ്ട്. അപ്പം 2 ടീം വരുന്നതോടെ കൂടുതൽ പ്ലേയേഴ്സിന് അവസരം വരും. അപ്പോൾ അതിന് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ പരിശീലനത്തിനെത്തിയത് മോൻ്റെ കൂടെയാണ്. കുട്ടിയായിട്ടുള്ള സച്ചിൻ ബേബി, എങ്ങനെയാണ് ജൂനിയർ സച്ചിൻ ബേബിയുടെ കളിയോടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ? ഹീസ് ബിൻ, കാരണം നമ്മൾ ഒരു ഫസ്റ്റ് വർഷം ഞങ്ങൾ കപ്പടിച്ചപ്പോഴത്തേക്കും അന്ന് തൊട്ട് പുള്ളിക്ക് ഭയങ്കര ഒരു ഇഷ്ടം വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അവനും നേരത്തെ എൻ്റെ കൂടെ വന്നിട്ട് ബാറ്റ് ചെയ്യും. നമ്മൾ കാരണം ഇതൊക്കെ ഒരു വലിയ സ്റ്റേജാണ്, ഓപ്പർച്യൂണിറ്റിയാണ്. കൊല്ലത്ത് നിന്നേ ആലപ്പുഴയിട്ട് വരുമ്പോൾ ഉള്ള മാറ്റം അത് മനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കരുതുന്നത്? അത് സ്വന്തം ടീമാണോ ഇത്? അയ്യോ, ഇത് നമ്മുടെ, കാരണം എൻ്റെ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ വീട്ടുകാരൊക്കെ ആലപ്പുഴയിലാണ്. സോ ആലപ്പുഴയുടെ ഒരു ഇഷ്ടം എപ്പോഴും നമുക്കുണ്ട്. കാരണം ഞാൻ എപ്പോഴും വരുന്നൊരു സ്ഥലമാണ്. ഈ ഒരു ആലപ്പുഴ ടീമിൻ്റെ ഭാഗം സാധിച്ചതിൽ വളരെ ഗ്രേറ്റ്ഫുള്ളാണ്. ഒരു ശക്തമായ മാച്ച് തന്നെയായിരിക്കും ഇപ്രാവശ്യം സച്ചിൻ ബേബിയെ നായകനാക്കിക്കൊണ്ട് ആലപ്പി റിപ്പിൾസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. ക്യാമറാമാൻ ദീപക് ജേക്കബിനൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, ആലപ്പുഴ.